കുരങ്ങ് രാജാവിനെ തോപ്പിക്കാനായിട്ട് 3 ആൾക്കാർ വരാണ്. അതിൽ ഫസ്റ്റ് വരുന്ന ആൾക്ക് ഒരു വലിയ പുലിയുടെ അത്ര ശക്തിയുണ്ട്. പക്ഷേ ഈ കുരങ്ങ് രാജാവ് ഇവന്റെ മേത്തേക്ക് പറന്നു വന്ന് കയറിയിട്ട് കടിച്ച് പറിച്ച് തിന്നാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ കാലുള്ള ഒരു അപ്പൂപ്പനാണ് വരുന്നത്. ഇയാൾ പറന്നു പോയിട്ട് ഒരു മലയുടെ മുകളിൽ പോയിരിക്കും. ഇരുന്ന ഉടനെ തന്നെ ഇയാളുടെ ആ ചെറിയ കാല് വളർന്ന ഒരു ഭീമാകാരമായിട്ട് ഒരു കാലായിട്ട് മാറും. അയാളുടെ സ്ട്രോങ് ആയിട്ടുള്ള ആ കാല് വെച്ച് ചാടി വന്നിട്ട് കുരങ്ങ് രാജാവിനെ ചവിട്ടി തെറിപ്പിക്കാണ്. അത് കഴിഞ്ഞ് ചാടി വന്ന ആ കാല് വെച്ച് കുരങ്ങ് രാജാവിനെ ചമ്മന്തിയാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കുരങ്ങ് രാജാവ് ഒറ്റയിടിക്ക് ഇയാളുടെ കാല് കീറി ഓട്ടയാക്കും. മൂന്നാമതൊരു വെള്ള കളർ ഡ്രസ് ഇട്ട ഒരാളാണ് വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. അത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കത്തികളാണുള്ളത്. ഇയാൾ എന്നിട്ട് അതിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് കുരങ്ങ് രാജാവിന് നേരെ പറത്തി വിടും. കുരങ്ങ് രാജാവ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കത്തിയിൽ കയറി പിടിക്കുമ്പോൾ ആ കത്തി കുരങ്ങ് രാജാവിനെ കൊണ്ട് ആകാശത്തേക്ക് പറന്നു പോവാണ്. ഈ ടൈമിൽ തന്നെ മറ്റേ ആൾ അയാളുടെ പെട്ടിയിലുണ്ടായിരുന്ന എല്ലാ കത്തിയും കുരങ്ങ് രാജാവിന്റെ പിന്നാലെ അയക്കും. ഇയാൾ എന്നിട്ട് അയാളുടെ പവർ വെച്ച് മുകളിലേക്ക് എത്താറായ എല്ലാ കത്തികളെ ഒരുമിച്ചുള്ള ഒരു വലിയ കത്തിയാക്കിയിട്ട് കുരങ്ങ് രാജാവിന്റെ നേരെ വിടാണ്. നമ്മുടെ കുരങ്ങ് രാജാവ് വന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലുള്ള ആയുധം വെച്ചിട്ട് ആ കത്തി തടഞ്ഞു നിർത്താൻ നോക്കും. പക്ഷെ ആ കത്തി അവന്റെ ആയുധത്തെ നശിപ്പിച്ചിട്ട് കുരങ്ങ് രാജാവിനെ കുത്താൻ പോവാണ്. ഇത് കണ്ട് കുരങ്ങ് രാജാവ് മരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചാലും കുരങ്ങ് രാജാവിന് ഒന്നും പറ്റാതെ ആ കത്തി പൊട്ടിത്തെറിച്ചു പോവാണ്.